ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലാണ്. 1875 സ്ഥാപിക്കപ്പെട്ട ഈ സർവകലാശാല ഏകദേശം 1.5 നൂറ്റാണ്ട് കാലമായി അറിവിൻ്റെ മഹാശിലാ കേന്ദ്രമായി ഇവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ മഹത്തായ ഒരു ദൗത്യമായിരുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് വളർന്ന് ഒരു വൻമരമായി അതിൽ ശാഖകളും ഇലകളും പൂക്കളും കായ്ക്കളും ഉണ്ടായി. അതിന്ന് അലിഗഡിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. വരൂ, പരിചയപ്പെടാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടൂറിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 155 ഏക്കറുകളിലായി ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഈ കലാലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആധുനിക ലോകത്തേക്കുള്ള വാതിൽ തുറക്കുന്നതിന് വേണ്ടിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. പേരിൽ മുസ്ലിം സർവകലാശാലയാണെങ്കിൽ കൂടിയും സംയുക്ത സംസ്കാരങ്ങളുടെയും മതേതരത്വത്തിന്റെയും ഉദാത്ത മാതൃക കൂടിയാണ് ഈ വിശ്വവിദ്യാലയം. ഇന്ന് നഴ്സറി തലം മുതൽ പോസ്റ്റ് ഡോക്ടറേറ്റ് തലം വരെയുള്ള വ്യത്യസ്ത കോഴ്സുകൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ള 37,300 പരം വിദ്യാർത്ഥികളും 1,600 പരം അധ്യാപകരും 5,600 പരം മറ്റു ഉദ്യോഗാർത്ഥികളും ഇവിടെ പ്രവർത്തിച്ചു വരും. മഹത്തായ ഈ സർവകലാശാലയുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരാനന്തരം രൂപപ്പെട്ടു വന്ന പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനെ ഇത്തരമൊരാശയത്തിലേക്ക് നയിച്ചത്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ഒരു കലാലയം എന്ന ആശയത്തിലേക്കാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. സാംസ്കാരികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യക്കാരുടെ ഉയർച്ച അദ്ദേഹം സ്വപ്നം കണ്ടു. അതിനായി ഇംഗ്ലീഷ് വെസ്റ്റേൺ മോഡൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ നന്നാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തുടക്കത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമായി കണക്കാക്കിയിരുന്ന യാഥാസ്ഥിതികവാദികളുടെ എതിർപ്പുകൾ ചെറുതൊന്നുമല്ല സർ സയ്യിദ് നേരിട്ടത്. എന്നാൽ അതൊന്നും സർ സയ്യിദിനെ തന്റെ ദൗത്യത്തിൽ നിന്ന് തടഞ്ഞില്ല. ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിലെ ധനികരെയും പുരോഗമനവാദികളായ ഹിന്ദു രാജാക്കന്മാരെയും കൂട്ടുപിടിച്ച് സർ സയ്യിദ് തന്റെ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ഇംഗ്ലണ്ട് സന്ദർശിച്ച സർ സയ്യിദ് അഹമ്മദ് ഖാൻ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് മാതൃകയിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. 1875 സ്ഥാപിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് യൂണിവേഴ്സിറ്റിയായി പരിണമിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു പ്രൈമറി സ്കൂളായിരുന്നു. 1878 ഇന്റർമീഡിയറ്റ് ക്ലാസുകളും 1881 ബിരുദ കോഴ്സുകളും 1881 തന്നെ സിവിൽ സർവീസ് പരിശീലന ക്ലാസുകളും നൽകി തുടങ്ങി. 1920 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ടിലൂടെയാണ് യൂണിവേഴ്സിറ്റിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പദവി ലഭിക്കുന്നത്. ഇന്ന് 1.5 നൂറ്റാണ്ടുകാലം പിന്നിടുമ്പോൾ അലിഗഡ് വിദ്യാസമ്പന്നരായ ഒരു ജനതയെ വാർത്തെടുത്തു കഴിഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം തന്നെ ഇതാണ്: അല്ലമൽ ഇൻസാന മാലം യഅലം, അതായത് മനുഷ്യന് അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു. ഇനി സ്ഥാപകനായ സർ സയ്യിദിലേക്ക്. 1817 ഒക്ടോബർ 17 കൊളോണിയൽ ഇന്ത്യയിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിക്കുന്നത്. മുഗൾ വംശവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആനിലും സയൻസിലും അവഗാഹം നേടി. 1889 എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLD കരസ്ഥമാക്കിയ അദ്ദേഹം കിഴക്കൻ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി 1875 തന്നെ സ്ഥാപിച്ചിരുന്നു. പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് മാസികയായ ദ ഇംഗ്ലീഷ് മാൻ എന്ന ബ്രിട്ടീഷ് മാസികയിൽ സർ സയ്യിദിനെ പറ്റി പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: സർ സയ്യിദ്സ് ലൈഫ് strikingly illustrated one of the best phases in modern history. സർ സയ്യിദിന്റെ മുദ്രാവാക്യം തന്നെ എഡ്യൂക്കേറ്റ് 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 എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക രോഗങ്ങളും ഇതുകൊണ്ട് ഭേദപ്പെട്ടേക്കാം, അതായത് വിദ്യാഭ്യാസം കൊണ്ട് സുഖമായേക്കാം. വേരിനെ സുഖപ്പെടുത്തൂ, വൃക്ഷം തഴച്ചു വളരുമെന്നാണ് അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർത്തത്. പല യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലും AMU മുന്നിലാണ്. ഇന്ത്യൻ ഗവൺമെന്റിന് ചുവടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാങ്കിംഗ് നിർണ്ണയിക്കുന്ന NIRF സിസ്റ്റം പ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി AMU ആദ്യ 10 റാങ്കുകളിൽ ഒരാളാണ്. 2024 8ാം റാങ്കും NIRFൽ AMU സ്വന്തമാക്കിയിട്ടുണ്ട്.
QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ലിസ്റ്റ് പ്രകാരം 1001-നും 1200-നും ഇടയിലാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം. ഇതിനും പുറമെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ അലിഗഡിന്റെ സ്ഥാനം 601-ഉം ഇന്ത്യ ടുഡേയുടെ 2023 യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 3-ാം റാങ്കും അലിഗഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ അലിഗഡിന് NAC A+ അക്രഡിറ്റേഷനും ലഭിച്ചിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണിലൂടെയുള്ള യാത്ര നമുക്കിവിടെ ആരംഭിക്കാം. യൂണിവേഴ്സിറ്റിയുടെ 100 വർഷത്തെ പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന വിശ്വവിഖ്യാതമായ സെന്റിനറി ഗേറ്റാണ് എനിക്ക് പിന്നിലുള്ളത്. 2020 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പദവി ലഭിച്ച് 100 വർഷം പൂർത്തിയായതിന്റെ സ്മാരകാർത്ഥമാണ് ഈ കവാടം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് ഈ കവാടം തുറക്കുന്നത് പ്രശസ്തമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ സെൻട്രൽ ലൈബ്രറിയായ മൗലാന ആസാദ് ലൈബ്രറി. ഏഷ്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറിയായ ഈ ലൈബ്രറി ദിവസത്തിന്റെ 18 മണിക്കൂറുകളോളം വിദ്യാർത്ഥികൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. ഒരേ സമയം 5000 വിദ്യാർത്ഥികളിലധികം ഉൾക്കൊള്ളാവുന്ന റീഡിംഗ് റൂമുകളും ഈ കെട്ടിടത്തിന്റെ ഭാഗമാണ്. കയ്യെഴുത്തു പ്രതികളുടെയും അമൂല്യ പുസ്തകങ്ങളുടെയും പുരാവസ്തുക്കളുടെയും ഒരപൂർവ നിധിശേഖരം തന്നെ ഇതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 8 നിലകളിലായി 14 ലക്ഷം വാല്യത്തോളം പുസ്തകങ്ങളെ നമുക്കിവിടെ കാണാനാകും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പഴക്കമേറിയതും എന്നാൽ പ്രശസ്തവുമായ നിർമ്മിതികളിലൊന്നാണ് സ്ട്രാച്ചി ഹാൾ. കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ കലാലയത്തിന്റെ വികസനത്തിനായി വലിയ തോതിൽ പ്രവർത്തിച്ച അന്നത്തെ ബ്രിട്ടീഷ് സിവിൽ സർവന്റായ സർ റിച്ചാർഡ് സ്ട്രാച്ചിയുടെ പേരിലാണ് ഈ നിർമ്മിതി അറിയപ്പെടുന്നത്. 1875 സ്ഥാപിക്കപ്പെട്ട സ്ട്രാച്ചി ഹാൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ നിരവധി ചർച്ചകൾക്കും ഈ മന്ദിരം സാക്ഷിയായി എന്നാണ് ചരിത്രം. 1920 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി പരിണമിച്ച് ബാബെ സയ്യിദ് നിലവിൽ വരുന്നതുവരെ ക്യാമ്പസിലേക്കുള്ള പ്രധാന കവാടം ഈ കാണുന്ന വിക്ടോറിയ ഗേറ്റ് ആയിരുന്നു. 1894 ഈ ഗേറ്റിന്റെ പണി ആരംഭിക്കുമ്പോൾ അന്ന് ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന തിയോഡർ ബെക്കും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾക്കും അലിഗഡിനോട് അതിയായ ആത്മബന്ധമുള്ളവരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ് ക്യാമ്പസിന് ഒരു ക്ലോക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ അദ്ദേഹം മരണപ്പെടുകയും പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ആ ക്ലോക്ക് ക്യാമ്പസിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തു. വിക്ടോറിയ ഗേറ്റിലെ ക്ലോക്ക് ഇന്നും പ്രവർത്തനക്ഷമമാണ്. മാത്രമല്ല അടുത്ത കാലം വരെ ഓരോ മണിക്കൂറിലും ഇവിടെ നിന്ന് ഉയരുന്ന ഒരു മണിയൊച്ച കേൾക്കാമായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ച കാലഘട്ടത്തിൽ ഈ ഗേറ്റിന്റെ പേര് സദർ ഗേറ്റ് എന്നായിരുന്നു. പിന്നീട് 1914 ദില്ലി ദർബാറിനോടനുബന്ധിച്ച് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ വിക്ടോറിയയുടെ പേര് ഈ ഗേറ്റിന് നൽകുന്നത്. ചുവപ്പും മഞ്ഞയും മൺകല്ലുകളാൽ നിർമ്മിച്ച ഈ സെൽജുക്കി മാതൃകയിലുള്ള നിർമ്മിതി ഒരു കാലഘട്ടത്തിൽ തുറന്നിരുന്നത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന ചരിത്ര നിർമ്മിതിയിലേക്കായിരുന്നു. ഇത് മൊയിനുദ്ദീൻ ആർട്ട് ഗാലറി. 1928 പ്രൊഫസർ മൊയിനുദ്ദീൻ അഹമ്മദാണ് ഇത് സ്ഥാപിച്ചത്. അലിഗഡിലെ ചിത്രകല പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ന് ഈ ആർട്ട് ഗാലറി സന്ദർശകർക്കും കലാകാരന്മാർക്കുമായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത നിരവധി ശില്പശാലകൾ നടത്തിവരുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദാണ് ജമാ മസ്ജിദ് അല്ലെങ്കിൽ സർ സയ്യിദ് മസ്ജിദ്. 1879 സർ സയ്യിദ് പണി ആരംഭിച്ച ഈ മസ്ജിദ് 1915 പണി പൂർത്തിയാക്കുന്നത്. ഇതേ മസ്ജിദ് കോംപ്ലക്സിനുള്ളിൽ തന്നെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കല്ലറയും സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മസ്ജിദിന്റെ വാസ്തുവും ശില്പവും ലാഹോറിലെ മുഗൾ മസ്ജിദായ പാദ്ഷാഹി മസ്ജിദിനോട് സാമ്യത പുലർത്തുന്നതാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ഓഡിറ്റോറിയമാണ് കെന്നഡി ഹാൾ. സർവകലാശാലയിലെ എല്ലാ പ്രധാന പരിപാടികളും ഇവിടെയാണ് അരങ്ങേറുന്നത്. 13 ഫാക്കൽറ്റികളിലായി 117 ഡിപ്പാർട്ട്മെന്റുകളും 15 സെന്ററുകളും 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 7 കോളേജുകളും 10 സ്കൂളുകളും അടങ്ങുന്നതാണ് അലിഗഡിന്റെ ബൃഹത്തായ അക്കാഡമിക ലോകം. ഇതിനു പുറമെ അലിഗഡ് തന്റെ വിദ്യാർത്ഥികൾക്കായി 300-ലധികം കോഴ്സുകളും ഓഫർ ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ്, ഫാക്കൽറ്റി ഓഫ് ആർട്സ്, ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ്, ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫാക്കൽറ്റി ഓഫ് ലോ തുടങ്ങി ഫാക്കൽറ്റി ഓഫ് യുനാനി മെഡിസിൻ വരെ നീളുന്ന 13ഓളം ഫാക്കൽറ്റീസും, അക്കാഡമിക് സ്റ്റാഫ് കോളേജ്, അജ്മൽ ഖാൻ തിബിയ കോളേജ്, ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് തുടങ്ങി സിയാഉദ്ദീൻ അഹമ്മദ് ഡെന്റൽ കോളേജ് വരെ നീളുന്ന 7ഓളം കോളേജുകളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു.
കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യയിൽ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും PhD കോഴ്സുകളുമുള്ള ഒരേ ഒരു ക്യാമ്പസാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡിന് പുറത്ത് കേരളത്തിലെ മലപ്പുറത്തും ബംഗാളിലെ മുർഷിദാബാദിലും ബീഹാറിലെ കിഷൻഗഞ്ചിലും അലിഗഡിന് ക്യാമ്പസുകളുണ്ട്. ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ക്യാമ്പസ് NIRFൽ 22ാമത്തെ റാങ്കാണ് പുലർത്തുന്നത്. അതേ ക്യാമ്പസിൽ തന്നെ BA LLBയും MBAയും B.Ed കോഴ്സുകളും അവൈലബിൾ ആണ്. അലിഗഡ് ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ കോഴ്സുകൾക്ക് താരതമ്യേന ഫീ വളരെ കുറവാണ്. ഓരോ കോഴ്സുകൾക്കും ഈ ഫീയിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും മറ്റ് ഇന്ത്യൻ സർവകലാശാലകളെ അപേക്ഷിച്ച് അലിഗഡ് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഒരു ആശ്വാസമാണ്. പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളോടൊപ്പം സർഗധനരായ അധ്യാപകരും അലിഗഡിന്റെ മറ്റൊരു സവിശേഷതയാണ്. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ ചരിത്രകാരന്മാരിലായ ഒരാളായ പ്രൊഫസർ ഇർഫാൻ ഹബീബ് തൻ്റെ 94ാം വയസ്സിലും അലിഗഡിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഒരു നഴ്സറി വിദ്യാർത്ഥിയായി അലിഗഡ് ക്യാമ്പസിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ പഠനവും ഗവേഷണവും എല്ലാം ഇവിടെ തന്നെയാണ് നടത്തിയത്. 1969 യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ചുമതലയേറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനക്ഷമതയും മികവും കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് എമിരിറ്റസ് പദവി നൽകി ആദരിച്ചു. ഇന്നും അലിഗഡിന്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ തന്റെ ചേംബറിൽ പേപ്പറുകളോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന 94 വയസ്സുകാരനായ ഇർഫാൻ ഹബീബിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമായി താമസ സൗകര്യം ഒരുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് കൂടിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. 16,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്കായി 19 ഹാളുകളിലായി 80 ഹോസ്റ്റലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഹോസ്റ്റലുകളിൽ മുഴുവൻ സമയം ഇന്റർനെറ്റ് സംവിധാനം, ഡൈനിങ് ഹാൾ, റീഡിംഗ് റൂമുകൾ, പ്രയർ റൂമുകൾ, കോമൺ റൂം തുടങ്ങി ജിം, സ്പോർട്സ്, ക്യാൻറ്റീൻ എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ്. ഒറ്റത്തവണയായി 2000 രൂപ മാത്രമാണ് ഹോസ്റ്റൽ ഫീ ആയി വരുന്നത്. മെസ് ഫീ ഒരു മാസം ഏകദേശം 1400-നും 1700-നും ഇടയിലാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ കായിക ശേഷി പരിപോഷിപ്പിക്കാനായി നിരവധി ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റൈഡിംഗ് ക്ലബ്, ഹോക്കി ക്ലബ്, ടെന്നീസ് ക്ലബ്, ഫുട്ബോൾ ക്ലബ് തുടങ്ങി ക്രിക്കറ്റ് ക്ലബ്ബ് വരെ നീളുന്ന 10ഓരം ക്ലബ്ബുകൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിച്ചു പോരും. ഇന്ത്യയിൽ ഹോഴ്സ് റൈഡിംഗ് പരിശീലനം നൽകുകയും ദേശീയ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നതിനായി സ്വന്തമായി ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബുമുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. കായിക രംഗത്തേക്കു മാത്രമല്ല, കലാസാഹിത്യ രംഗത്തേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരാനായി നിരവധി ക്ലബ്ബുകൾ ഈ ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. AMU ലിറ്റററി ക്ലബ്, ജനറൽ എഡ്യൂക്കേഷൻ ക്ലബ്, ഹിന്ദുസ്ഥാനി ആൻഡ് വെസ്റ്റേൺ ക്ലബ്, എഡ്യൂക്കേഷൻ ക്ലബ്, ലിറ്റററി ക്ലബ്ബ് തുടങ്ങി നിരവധി ക്ലബ്ബുകൾ ഈ ക്യാമ്പസിന്റെ ഭാഗമാണ്. ഈ ക്ലബ്ബുകളൊക്കെ തന്നെ ക്യാമ്പസിൽ വർഷാവർഷം അവരുടേതായ കൾച്ചറൽ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ AMU ഫിലിം ക്ലബിന്റെ ഫിലിം ഫെസ്റ്റിവലും ലിറ്റററി ക്ലബിന്റെ ലിറ്റററി ഫെസ്റ്റിവലുമാണ് പ്രധാനം. അലിഗഡിലെ കൗതുകങ്ങളിലൊന്ന് ഇവിടുത്തെ വൈവിധ്യമാർന്ന സംസ്കാരമാണ്. വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പുരുഷ വിദ്യാർത്ഥികൾ ഔദ്യോഗിക പരിപാടികളിൽ ഷെർവാണി ധരിക്കാറുണ്ട്. ഇത് ക്യാമ്പസിന്റെ പരമ്പരാഗത വസ്ത്രമാണ്. എല്ലാ നിലയിലും വ്യത്യസ്തത പുലർത്തുന്ന ക്യാമ്പസിന് ഒരു ഔദ്യോഗിക ഗാനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്ന് എന്നുള്ളത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒറ്റ രാത്രി കൊണ്ട് സാഫല്യമാക്കി. അങ്ങനെയാണ് ക്യാമ്പസിന്റെ ഔദ്യോഗിക ഗാനമായ തരാന നിലവിൽ വരുന്നത്. ഇന്നിവിടുത്തെ എല്ലാ പരിപാടികളിലും ദേശീയ ഗാനത്തോടൊപ്പം തരാനയും ആലപിക്കാറുണ്ട്. चमन है मेरा चमन, मैं अपने चमन का बुलबुल हूँ. सरशार निगाहे नरगिस हूँ, पाबस्तगे सुए सुंबुल हूँ. 3000-ലധികം കിലോമീറ്ററുകൾ താണ്ടി വരുന്ന മലയാളി വിദ്യാർത്ഥികളെ കാത്ത് ഇവിടെ ഒരു അമൂമയുണ്ട്. അമൂമയെന്ന് പറഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷനാണ്. ഇന്ന് ഇതിൽ 300-ലധികം മലയാളി വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചു വരുന്നു. സൗഹൃദ സംഘടനയായ അമൂമ ക്യാമ്പസിലെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് താങ്ങും തണലുമാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതിലും അമൂമ പിന്നിലല്ല. ക്യാമ്പസിലേക്ക് എങ്ങനെ പ്രവേശനം നേടാമെന്ന് നോക്കാം. കുറച്ച് UG PG കോഴ്സുകൾ മാത്രമാണ് CUET എക്സാമിലൂടെ പ്രവേശനം നൽകി വരുന്നത്. മറ്റെല്ലാ കോഴ്സുകൾക്കും ക്യാമ്പസ് നേരിട്ട് നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് മാനദണ്ഡം. BA ഓണേഴ്സ്, BSc ഓണേഴ്സ്, BCom ഓണേഴ്സ്, BTech, B.Ed, MBA, MSW എന്നീ കോഴ്സുകൾക്ക് മാത്രമാണ് കേരളത്തിൽ സെന്ററുകൾ ഉള്ളത്. മറ്റു കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് വന്നുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാം എഴുതണം. ലോകമറിയുന്ന പല പ്രശസ്ത വ്യക്തികളും AMUവിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ മുതൽ ചലച്ചിത്ര താരമായ നസറുദ്ദീൻ ഷാ വരെ ഉൾപ്പെടുന്ന ഒരു നീണ്ട നിര തന്നെയുണ്ടതിൽ.
ഭാരതരത്ന നേടിയ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന മുഹമ്മദ് ഹമീദ് അൻസാരി, മാലിദ്വീപിന്റെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അമീൻ ദീദി, തിരക്കഥാകൃത്തായ ജാവേദ് അക്തർ, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻസൂർ അലി, ജമ്മു കശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അബ്ദുള്ള ഷെയ്ഖ് മുഹമ്മദ്, യൂണിയൻ മിനിസ്റ്ററായിരുന്ന മുഹ്സീന കിദ്വൈ, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായിരുന്ന സഹാബ് സിംഗ് വർമ്മ, പ്രശസ്ത ചരിത്രകാരനായ ഇർഫാൻ ഹബീബ്, പ്രശസ്ത കവിയായ ഷഹരിയാർ എന്നിവരും, ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ഹോക്കി പ്ലെയറായ സഫാർ ഇഖ്ബാൽ, പത്മവിഭൂഷൺ നേടിയ ഡോക്ടർ ഒബൈദ് സിദ്ദീഖി, എഎംയുവിന്റെ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ താരിഖ് മൻസൂറും എഎംയുവിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. കേവലം അക്കാദമിക പുഴുക്കളെ പടച്ചുവിടുന്ന ഒരിടം മാത്രമല്ല അലിഗഡ്, മറിച്ച് ഇവിടുത്തെ പഠനകാലം ചരിത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയുമുള്ള ഒരു യാത്ര കൂടിയാണ്. ഇന്ത്യയിലെ അതിപുരാതനവും വലിയ ചരിത്ര പാരമ്പര്യവുമുള്ള യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പേരെടുത്ത് പരാമർശിച്ച 3 യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണിത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെടുകയും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിലെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വലിയ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത ഒരു മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ചരിത്രം 100 വർഷം പിന്നിടുമ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റേതായ നാമം അടയാളപ്പെടുത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി. ഇവിടെ വിവിധ കോഴ്സുകളിലായി 30,000-ലേറെ വിദ്യാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. UG PG മുതൽ PhDയും PDF അടക്കമുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏറെക്കുറെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും PhD പ്രോഗ്രാം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന പ്രത്യേകത കൂടി അലിഗഡിന് എടുത്തു പറയാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ PDF കോഴ്സുകളും ഇവിടെ അലിഗഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ അക്കാദമിക അന്തരീക്ഷം കൃത്യമായി ഉപയോഗപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ക്യാമ്പസും അക്കാദമിക് അന്തരീക്ഷവുമാണ് അലിഗഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഉന്നതമായ ലൈബ്രറി സംവിധാനങ്ങളും അതുപോലെയുള്ള അക്കാദമിക് ചർച്ചകളും സംവാദങ്ങൾ കൊണ്ടും മുഖരിതമായ ഈ യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയുടെ നാളുകളിലേക്ക് കൈപിടിച്ചുയർത്താൻ നിങ്ങളെ സഹായിക്കും ഈ യൂണിവേഴ്സിറ്റി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഞാൻ ഫാത്തിമ നജ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള വുമൻസ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു മികച്ച ക്യാമ്പസാണിത്. അലിഗഡിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിലായി 30ഓളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വുമൻസ് കോളേജിൽ മികച്ച അധ്യാപകരുടെ സേവനവും ലഭ്യമാണ്. കൂടാതെ വിശാലമായ ക്യാമ്പസിൽ ലൈബ്രറി, ഹോസ്റ്റൽ അക്കോമഡേഷൻ, മറ്റെല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. കേരളത്തിൽ നിന്ന് വരുന്ന ഏതൊരു കുട്ടിക്കും വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ പഠിക്കാൻ സാധിക്കുന്നതാണ്.